നമസ്കാരം, മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MQസിൻ്റെ മോർണിംഗ് ലൈവ് സെക്ഷനിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വീഡിയോ കാണുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി, സപ്പോർട്ട് ചെയ്യുന്നവർക്കും നന്ദി. അതോടൊപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ്. ഈ ചാർട്ടിനെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ്ലി കോൺടാക്റ്റ് ചെയ്യാം. നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതേപോലെ ഈ വ്യൂ അല്ലെങ്കിൽ ഈ ലൈവ് വ്യൂ കാണുന്ന പലർക്കും ഈ ലൈവ് റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ, അതായത് ഞാൻ ഒരിക്കലും ഒരു കാര്യം പറയാം, ഞാൻ കോളോ ടിപ്പോ കൊടുക്കുന്നതല്ല, ഞാൻ ഇന്ന സ്ഥലത്തു നിന്ന് എടുക്കുന്നോ ഞാൻ ഇന്ന സ്ഥലത്തു നിന്ന് വിൽക്കുന്നോ പറയുന്ന ആളല്ല. പലവർക്കും ഈ ഒരു എൻട്രി എക്സിറ്റ് അറിയാതെ ബുദ്ധിമുട്ടുന്ന എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരും ബിഗിനേഴ്സും ഒരുപാട് പേരൊക്കെ ഉണ്ടാവാം. അപ്പോൾ അവർക്ക് ഈ ഒരു ലൈവ് കണ്ടു കഴിയുമ്പോൾ ഈ ഒരു ലൈവിൻ്റെ വ്യൂ പറയുന്നത് മനസ്സിലാക്കി സ്വന്തമായിട്ട് ചിന്തിച്ച് പ്രവർത്തിച്ചെടുക്കാനും വിൽക്കാനും താല്പര്യമുള്ളവർക്ക്, അതായത് ഈ ഒരു വ്യൂ കൊള്ളാം, ഇതിലൂടെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു അപ്ഡേഷൻ നിങ്ങളുടെ ട്രേഡിംഗ് കരിയറിൽ ഉണ്ടാക്കാം എന്നുള്ള തോന്നലുള്ളവർക്ക് ഈ ലൈവ് റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിന് നേരിട്ട് വിളിക്കുക. എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ നേരിട്ട് വിളിച്ച് സംസാരിച്ചൊന്ന് പരിചയപ്പെട്ടതിന് ശേഷം എൻ്റേതായിട്ടുള്ള കുറച്ച് രീതികളും ഡിസിപ്ലിനും ക്രൈറ്റീരിയസൊക്കെ ഉണ്ട്, അതൊക്കെ ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഈ ഒരു ചാർട്ടിൻ്റെ ഒരു അഡ്വാൻറ്റേജ് മനസ്സിലാക്കാനായിട്ട് താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഐ ബട്ടണിൽ ഒരു വീഡിയോ ഞാനിപ്പോൾ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടതിന് ശേഷം സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ലൈവിലേക്ക് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു ചാർട്ട് റീഡിങ് പഠിക്കാം. ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത്, ഞാൻ ഈ ഒരു ചാർട്ട് റീഡിംഗ് ആണ് പഠിപ്പിക്കുന്നത്. നമുക്ക് വ്യക്തമായിട്ടുള്ളൊരു എൻട്രി എക്സിറ്റ് അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്യുന്നത് എവിടെയാണ്, എവിടെയൊക്കെ എത്തുമ്പോൾ ഇറങ്ങണം എന്നുള്ള കാര്യങ്ങളൊക്കെ നിഫ്റ്റിയിൽ മാത്രമല്ല, ഫോറക്സിലാണെങ്കിലും ക്രിപ്റ്റോയിലാണെങ്കിലും സ്റ്റോക്കുകളിലാണെങ്കിലും MCX കൊമോഡിറ്റി സെഗ്മെൻ്റ് ആണെങ്കിലും ഈ ഒരു ചാർട്ട് യൂസ്ഫുള്ളാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ചാർട്ട് റീഡിങ് പഠിപ്പിക്കുന്നത്. 1 ഇയർ ആയിട്ട് ഞാൻ ഫോളോ ചെയ്യുന്നൊരു സ്ട്രാറ്റജിയാണ്. അപ്പോൾ ഈ ലൈവ് വീഡിയോ, ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ ഒരു ചാർട്ടിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന്. അപ്പോൾ പഠിക്കുന്നവർക്ക് പഠിക്കാം, ലൈവിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ലൈവിലേക്ക് പോകാം. നമ്മൾ ഒരു കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റ് എടുത്തിട്ട് ഡെയിലി മാറുക എന്നുള്ളൊരു രീതിയാണ്. നമ്മൾ വൈകുന്നേരം വരെ ഇത് വെച്ചുകൊണ്ടിരിക്കുന്ന പരിപാടികളൊന്നുമില്ല. നമ്മൾ ഇതിലും ഒരു ജോലിക്കാരനാണ്, കൃത്യനിഷ്ഠയോടുകൂടി ഡിസിപ്ലിനായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയി എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ ഇതിലും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിവേ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ സമയം 9:08 ആയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ആദ്യത്തെ ഒരു പ്രീ ഓപ്പൺ മാർക്കറ്റിൻ്റെ അനലൈസ് എങ്ങനെയാണെന്ന് നോക്കാം. ഇന്ന് മാർക്കറ്റ് ഒരു 76 പോയിൻ്റ് ഡൗണിലേക്കാണ് മാർക്കറ്റ് നിലവിൽ കാണിക്കുന്നത്. 50 മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിമാണ്. നമുക്കത് ആദ്യം ഒന്ന് അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. മാർക്കറ്റ് നിൽക്കുന്നത് 22,735 -76 പോയിൻ്റാണ് മാർക്കറ്റ് ഓൾറെഡി ഡൗൺ നിൽക്കുന്നത്. 22,659 എന്ന് പറയും, 22,656, 59. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, മാർക്കറ്റ് ഈ ഒരു ഗ്രീൻ ലൈൻ ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ ഗ്യാപ്പ് ഫില്ലിങ്ങിനുള്ള ചാൻസ് ഉണ്ടെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് തന്നെ 22,659 എന്നുള്ള ഈ ഒരു സപ്പോർട്ട് വിത്ത് ഗ്യാപ്പ് ഫില്ലിങ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. അതുകൂടാതെ തന്നെ പ്രീവിയസ് ആയിട്ടുള്ള ഒരു കൺസോൾട്ടേഷൻ സോണാണ്. അപ്പോൾ ഇവിടെ കുറച്ച് കൂടുതൽ നേരം കൺസോൾട്ടേഷൻ ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നല്ലൊരു ഫ്ലെക്സിബിൾ മൂവ്മെൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് 22,615 ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് നല്ല രീതിയിലുള്ളൊരു ഡംപ്, ഫാസ്റ്റായിട്ടുള്ള ഡംപ് ഉണ്ടാവാം. അതുവരെ കുറച്ച് കെയർ ചെയ്തിട്ട് സ്കാൽപ്പിംഗ് മെത്തേഡായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. രാവിലത്തെ ഒരു കൺസോൾട്ടേഷന് ശേഷം മുകളിലേക്കൊരു ബ്രേക്ക് കിട്ടിയാലും മാർക്കറ്റ് പോകാനുള്ളൊരു ഏരിയ എന്ന് പറഞ്ഞാൽ 22,687, 22,708, 22,736, അവിടെ നിന്നും ബ്രേക്ക് ചെയ്താൽ 22,775. അപ്പോൾ രാവിലെ ഒരു സ്കാൽപ്പിംഗ് മെത്തേഡ് യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അതിനുശേഷം നല്ലൊരു ബ്രേക്ക് ഔട്ട് കൺഫേം ഉണ്ടാവുകയാണെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്ത് താഴത്തോട്ട് പോവാം. അതിൽ ചെറിയ പ്രോഫിറ്റുകൾ എടുത്ത് മാറും. ഇപ്പം നിലവിൽ RSI ഒരു ഡൗൺ സൈഡ് ക്രോസ് ഓവറാണ് കാണിച്ചിരിക്കുന്നത്. 30 മിനിറ്റിലും ഒരു മടക്ക് പോലെ വന്നിട്ടുണ്ട്. അതിനും പ്രീവിയസ് ആയിട്ടുള്ളൊരു ക്യാൻഡിൽ പിൻബാറായിരുന്നു, ഈവനിങ് സ്റ്റാറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എനിവേ നമ്മൾ വരച്ച ബ്ലൂ ലൈനിൽ തന്നെ ഒരു സപ്പോർട്ടുണ്ട് 22,611 30 മിനിറ്റിൻ്റെ ടൈം ഫ്രെയിമിൽ. അപ്പോൾ നമുക്ക് അതനുസരിച്ചിട്ട് പ്ലാൻ ചെയ്യാം, സ്ട്രൈക്കൊക്കെ സെലക്ട് ചെയ്യാം. മാർക്കറ്റ് ഒന്ന് ഓപ്പൺ ആവട്ടെ, ധൃതി പിടിച്ച് നമ്മൾ ട്രേഡ് എടുത്തിട്ട് കാര്യമില്ല. ഓക്കെ, 9:10
5 മിനിറ്റ് കൂടെ ഉണ്ട്, നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മൾ 30 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ്സിൽ മെജോറിറ്റി ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്താൽ മാത്രം നമ്മൾ നോക്കുന്നുള്ളൂ, അല്ലെങ്കിൽ സ്കാൽപ്പിംഗ് ആയിരിക്കും മാക്സിമം നമ്മൾ നോക്കുന്നത്. ആദ്യത്തെ 15 മിനിറ്റ്സ് ക്യാൻഡിൽ ഇതിൻ്റെ ലോവിൽ, അതായത് 22,613 നിൽക്കണം. നെക്സ്റ്റ് അവിടെ നിന്ന്, അതായത് ഈ സപ്പോർട്ടിൻ്റെ ഭാഗത്തേക്ക് എന്തായാലും മാർക്കറ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. ആ 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ അവിടെ നിന്ന് അതിനുശേഷം അതിൻ്റെ നെക്സ്റ്റ് ക്യാൻഡിൽ ഒരു ഡൗണിലേക്ക് വന്നാൽ ഒരു ഫേക്ക് ഡംപ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അതിൽ മാക്സിമം കയറി ഇറങ്ങി എടുക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഇപ്പോൾ സീലാണെങ്കിലും നമുക്ക് ഗ്യാപ്പ് ഡൗൺ എന്ന് പറയുമ്പോൾ ഈ സ്ട്രൈക്ക് 143 സ്ട്രൈക്ക് എടുക്കാം, അല്ലെങ്കിൽ 170 സ്ട്രൈക്ക് സീൽ നോക്കാം. പിയിലാണെങ്കിൽ 147, 104 സ്ട്രൈക്ക്, 22,700 പി നോക്കാം. 22,700 പി ആണ് നിലവിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് 104 ഭാഗത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. മാർക്കറ്റ് 9:15 ഓപ്പൺ ചെയ്യുമ്പോൾ അത് 125 ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ അത് 147 വരെ പോകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. 147 വരെ, അതായത് 7 പോയിൻറ്റും കൂടെ. മാർക്കറ്റ് ഈ ഒരു പ്രീവിയസ് ലൈൻ്റെ ലെവലിലാണ് ഇപ്പോൾ പി നിൽക്കുന്നത്. അപ്പോൾ അതൊരു കൺസോൾട്ടേഷൻ സോണായിട്ട് ആക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 141 ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് 147 മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. നമുക്ക് ഇനി നമ്മുടെ 2 മിനിറ്റിലുള്ള മാർക്കറ്റിൻ്റെ കാര്യത്തിലേക്ക് വരാം. സീല് 124, 22,700 സി. പിയിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് 22,700 പി. അപ്പോൾ നമ്മൾ 124 മാർക്കറ്റ് ഇപ്പോൾ 2 മിനിറ്റ്. ഇത് 30 മിനിറ്റ് ആണ്, നമുക്ക് 2 മിനിറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഇതും 2 മിനിറ്റിലാണ് ഓൾറെഡി കിടക്കുന്നത്. അപ്പോൾ 128 മാർക്കറ്റ് നിൽക്കുന്നത്. 145 ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് 167 ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റ് പോകുന്നത്. അതിനർത്ഥം ഇവിടെ താഴെ SMA ലൈനും ഉണ്ട്. 120 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് പോന്നു കഴിഞ്ഞാൽ പി നല്ല രീതിയിൽ ഡംപാവും. ഇവിടെ RSI ഓൾറെഡി ഒരു ക്രോസ് ഓവറിലാണ് നിൽക്കുന്നത്. നല്ലൊരു മൂവ് കിട്ടണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 145 ബ്രേക്ക് ചെയ്താൽ 159 വരെയുള്ള 15 പോയിൻറ്റ്സ് ഒക്കെ, അല്ലെങ്കിൽ ഈ ഒരു യെല്ലോ ലൈൻ ടച്ച് ചെയ്യുന്ന ഈ ഒരു ഗ്യാപ്പ് ഫില്ലിങ്ങിന് പോകാനുള്ള ചാൻസസ് ഉണ്ട്. പിയിലാണെങ്കിലും ഒരു 148, 150 ബ്രേക്ക് ചെയ്താൽ 155, 163 വരെ മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് ആണ് നിലവിൽ കാണുന്നത്. എന്നാലും നമുക്ക് നല്ലൊരു മൂവ്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. 145 അല്ലെങ്കിൽ ഒരു 140 to 45 എബോവ് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് ഈ ഒരു യെല്ലോ ലൈൻ ടച്ച് ചെയ്യാം. അവിടെ ഗ്യാപ്പ് ഫില്ലിങ്ങും നടക്കാം. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് ആ ഒരു ഏരിയ ആണ്. എവിടെയാ? 158. 140 ബ്രേക്ക് ചെയ്താൽ 145 മൂവ്മെൻറ്റ് കിട്ടും. 140 ബ്രേക്ക് ചെയ്താൽ 145 ഒരു 5 പോയിൻ്റ്. അപ്പോൾ അവിടം വരെ ഒരു ഒറ്റയടിക്ക് ഒരു വിക്ക് അടിച്ചിട്ട് തിരിച്ച് അതേപോലെ തന്നെ താഴത്തേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ട്. ഒരു റിജക്ഷൻ പോലെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കൺഫേം ആയിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയ 145 to 160, 65, 60 ഒക്കെയാണ്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു ക്രോസ് ഓവർ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടാർഗറ്റ് 140, 145 എബോവ് 160 ആണ്. പിയിൽ അതേപോലെ തന്നെ 145 എബോവ് 163 ആണ്. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം.
അപ്പോൾ ലൈവിൽ ഇങ്ങനെയാണ് വ്യൂ പറയുന്നത്. അതെന്താ അതിൻ്റെ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ എടുക്കാനും വിൽക്കാനും ഒക്കെ പറഞ്ഞു കഴിയുമ്പോൾ അത് ഈ പറഞ്ഞ പോലെ വെറുതെ കിട്ടുന്ന പൈസയാണ്. അതിൽ വലിയ ലാസ്റ്റിംഗ് ഒന്നും ഉണ്ടാവത്തില്ല. അതുകൊണ്ടാണ് ഞാൻ കോളോ ടിപ്പോ ഒന്നും കൊടുക്കാത്തത്. ഞാനിവിടെ വ്യൂ പറയുന്നു, നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കി ഒരു ധൈര്യത്തോടു കൂടി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പ്രോഫിറ്റ് എപ്പോഴും നിലനിൽക്കും. അതോടൊപ്പം തന്നെ ചാർട്ട് റീഡിങ്ങും കൂടെ പഠിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബെനിഫിറ്റായിട്ട് പ്രോഫിറ്റബിൾ ആവാനായിട്ട് സാധിക്കുന്നതാണ്. എന്തായാലും വെയിറ്റ് ചെയ്യാം. ഇവിടെ 140 ആയിട്ടുണ്ട്. 140 ബ്രേക്ക് ചെയ്താൽ 148 വിക്ക് ഉണ്ടാവാനേ ചാൻസ് ഉള്ളൂ. അതും കൂടെ ബ്രേക്ക് ചെയ്താലാണ് 163 മാർക്കറ്റ് മൂവ് ആകത്തുള്ളൂ. ഇതൊരു പിൻബാർ സൈൻ ആണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇവിടെ ഒരു ലോ വിക്ക് ഉണ്ട്. അങ്ങോട്ട് ഇടിച്ചിടിച്ചിടിച്ചിടിച്ചിടിച്ച് പതുക്കെ കൊണ്ടുവരാനുള്ള ചാൻസസും നിലവിൽ കാണുന്നുണ്ട്. നമ്മൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. കുറച്ച് കൂടുതൽ നേരം ഇരുന്നാലും നല്ല ഓപ്പർച്യൂണിറ്റി എപ്പോൾ വരുന്നോ അതിൽ കയറുക എന്നുള്ളതാണ്. പിന്നെ ഇവിടെ ഒരു 134 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു 135 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 140 മൂവ് കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. അതായത് പെട്ടെന്നായിരിക്കും ഈ 135 ബ്രേക്ക് ചെയ്ത് 140 പോകണത്. അങ്ങനെ 40 പോകുമ്പോൾ ഒരു എൻട്രി, ഇപ്പോൾ ലിമിറ്റ് ഓർഡർ ഇടുകയോ അങ്ങനെയൊക്കെ ചെയ്താലും നമ്മൾ ഉടനെ സ്റ്റോപ്പ് ലോസ് കോസ്റ്റ് ടു കോസ്റ്റിലേക്കോ കയറ്റി ഇട്ടേക്കണം. കാരണം ഈ യെല്ലോ ലൈൻ ടച്ച് ചെയ്യാതെ ഇനിയൊരു മൂവ്മെൻറ്റ് വളരെ പ്രയാസകരമാണ്. അപ്പോൾ ഇതൊരു സപ്പോർട്ടിംഗ് സോണാണ്. ഈ ഒരു 119 എന്നുള്ളത് ഒരു സപ്പോർട്ടിംഗ് സോണാണ്. 119, 121 എന്നുള്ളതൊരു സപ്പോർട്ടിംഗ് സോണാണ്. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് താഴത്തോട്ട് ഈ ഒരു ഗ്യാപ്പ് ഫില്ലിങ്ങിന് വേണ്ടി പോരും. അടുത്ത ഒരു മൂവ്മെൻറ്റിനുള്ള സ്റ്റേജാണ് ഇവിടെ ഓൾറെഡി 140 ബ്രേക്ക് ചെയ്താൽ ഇവിടെ ഓൾറെഡി വന്നിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ ലെവലൊക്കെ ഓൾമോസ്റ്റ് ഡണ്ണാണ്. മാർക്കറ്റ് നല്ല രീതിയിലൊരു മൂവ്മെൻറ്റ് ഇപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ 9:30 ആകുമ്പോൾ നമുക്കൊരു 10-15 പോയിൻ്റ് കിട്ടാറുള്ളതാണ്. അപ്പോൾ അതിലേക്ക് ഫോക്കസ് ചെയ്യാം. ഈ കളിപ്പിക്കുന്ന ഏരിയ ആണ് ഇവിടെ എന്ന് വെച്ചാൽ ഒരു ബെറ്റർ എൻട്രി പോയിൻ്റ് ആണ്, സിയിലാണെങ്കിലും പിയിലാണെങ്കിലും. അപ്പോൾ അത് ഇവിടെ നിന്ന് താഴത്തോട്ട് ഒറ്റയടിക്ക് ബ്രേക്ക് ആയാൽ മാർക്കറ്റ് 107 ഇതൊരു സപ്പോർട്ടിങ് സോണാണ്, ഈ ഒരു 120 എന്നുള്ളത്. അപ്പോൾ ഇവിടെ നിന്നൊരു മൂവ്മെൻറ്റ് അപ്പിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതൊരു 135 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 140 ഭാഗത്തേക്കൊക്കെ പൊക്കോളും. ഒരു ഡോജി പോലത്തെ ക്യാൻഡിലാണ്. RSI പിന്നെ റെഡിലേക്ക് കയറിയിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് മാർക്കറ്റ് ഇപ്പോഴും പി സൈഡ് തന്നെയാണ് പ്രാധാന്യം കൂടുതലായിട്ട് നിൽക്കുന്നത്. ഞാനിടയ്ക്ക് വല്ല സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നാൽ മാത്രമാണ് ഇവിടെ നിന്നൊരു ഒറ്റയടിക്ക് ഫാളായിട്ട് 107 സപ്പോർട്ട് എടുക്കാൻ പോകത്തുള്ളൂ. അപ്പം അങ്ങനത്തെ സപ്പോർട്ട് എടുക്കാൻ പോവുകയാണെങ്കിൽ നമുക്കത് സിയിൽ 135 to 140 ബെനിഫിറ്റാക്കി എടുക്കാൻ പറ്റും. അതായത് കണ്ണടച്ചുറക്കുമ്പോഴുള്ള മൂവ്മെൻ്റ് ആയിരിക്കും അതൊക്കെ. $123 നിൽക്കുന്നത്. ഇതാണ് 135, 140 നമ്മൾ ബ്രേക്കിംഗ് പോയിന്റ് പറഞ്ഞതിൻ്റെ റീസൺ ഇതുകൊണ്ടാണ്. ഇവിടെ സപ്പോർട്ടിംഗ് ഫാക്ടർ എടുക്കുന്നത് കൊണ്ടാണ് നമ്മളവിടെ അങ്ങനെ പറഞ്ഞത്. 135 ബ്രേക്ക് ചെയ്ത് അത് പോയിട്ടുമില്ല. വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു സ്റ്റേജാണ്. നമ്മൾ സേഫ് സോൺ എപ്പോഴും 140, 138, 140 എബോവ് ആണ്. ഇവിടെ റെഡിലേക്ക് കയറാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. എന്തും സംഭവിക്കാം എന്നുള്ള രീതിയിലാണ്. ഇപ്പോൾ ചില സമയത്ത് ഇവിടെ ചെയ്തിടാൻ പറ്റുന്ന 5 പോയിൻ്റൊക്കെ രണ്ടിലും
ഇവിടെ ആണെങ്കിലും ഒരു 126 632. ഉദാഹരണത്തിന് ഇപ്പോൾ ഡൗട്ടുള്ള ഏരിയാസൊക്കെ ആണെങ്കിൽ ഒരു 5 പോയിൻ്റ് 6 പോയിൻ്റ് രണ്ടിലും എടുത്ത് സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് രണ്ടിലും ഒരു 15 പോയിൻ്റോ 12 പോയിൻ്റോ കിട്ടുമ്പോൾ അങ്ങനെ നമുക്ക് 5 പോയിൻ്റ് പ്രോഫിറ്റബിൾ ആക്കി എടുക്കാൻ പറ്റും. ഒരു ഫാസ്റ്റ് മൂവ്മെൻറ്റ് എന്തായാലും ഇപ്പോൾ ഉണ്ടാവും. സിംഗിൾ ക്യാൻഡിലാണെങ്കിലും ഒരു ഫാസ്റ്റ് മൂവ്മെൻറ്റ്, അതിൽ മെജോറിറ്റി ഒരു ബ്രേക്ക്ഔട്ട് സ്റ്റേജിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. വളരെ ഫാസ്റ്റായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് ഇപ്പോൾ വരാനായിട്ട് ചാൻസ് ഉണ്ട്. കാരണം സെൻട്രൽ പോയിന്റിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഈ ഒരു വൈറ്റ് ഡോട്ട് ഒരു സ്ക്യൂസ് മോഡലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഇവിടെ നിന്ന് താഴത്തോട്ട് വന്നാൽ 119 സപ്പോർട്ട്, ഇവിടെ നിന്ന് മുകളിലേക്കാണ് പോകണമെങ്കിൽ 140 റെസിസ്റ്റൻറ്റ്. അപ്പം ഇങ്ങനെയുള്ള സ്ഥലത്ത് എങ്ങോട്ട് വേണമെങ്കിലും മാർക്കറ്റ് പോകാം. നമുക്ക് അത്ര വലിയൊരു പ്രഡിക്ഷൻ പറയാൻ പറ്റുന്നൊരു ഏരിയ അല്ല. അതുകൊണ്ടാണ് ഈ സമയത്ത് 5 പോയിൻ്റ് 6 പോയിൻ്റൊക്കെ ഇട്ട് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ 130 നിന്ന് 140 വരെ പോയാൽ 10 പോയിൻ്റ്, അതിൽ ഇപ്പോൾ ഇടുന്ന സ്റ്റോപ്പ് ലോസും പോയിട്ട് ബാക്കി 4 പോയിൻ്റ് കിട്ടും. ഇവിടെയും അതേപോലെ തന്നെ നമ്മൾ 6 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് ഇട്ട് കഴിഞ്ഞാൽ ബാക്കി ഏതെങ്കിലും ഒരു ഫസ്റ്റ് ടാർഗറ്റ് ട്രിഗർ ചെയ്യുമ്പോൾ രണ്ടും എക്സിറ്റ് ആയാലും പറഞ്ഞ പോലെ 4 പോയിൻ്റ് അവിടെയും കിട്ടും. കാരണം അൺപ്രഡിക്റ്റബിൾ ഒരു ഏരിയ ആണ്, എങ്ങോട്ട് വേണം. പിന്നെ ഒരു 140 ഒക്കെ ബ്രേക്ക് ചെയ്ത് അങ്ങ് പോയാൽ മാർക്കറ്റ് 157 വരെ പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇവിടെ മൈനസിലേക്ക് കയറി. RSI ഇവിടെ സിയിലേക്ക് കൺവേർട്ടായിട്ടുണ്ട്. ഒരു 140 ഒക്കെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട്, ഒരു 137 140 ഒക്കെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ആദ്യത്തെ റിജക്ഷൻ എന്തായാലും ഒരു 45 ചെറുതായിട്ടുണ്ടാവും. ഹൈ വോളിയം ആണെങ്കിൽ 45 ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് 158 വരെ വരും. ഞാൻ ആ പ്രതീക്ഷയിലാണ് വെയിറ്റ് ചെയ്യുന്നത്. എന്നൊരു ഡൗൺ വന്നാൽ ഒരു ഒറ്റയടിക്ക് സാധനം 110 ഭാഗത്തേക്ക് സപ്പോർട്ട് എടുക്കാൻ വരും. ഇതൊരു പിൻബാറാണ്, ഇതൊരു പോസിറ്റീവ് സൈനാണ്. ഈ ഒരു പിൻബാറിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് പോയാൽ ഫാളാണ്. നേരെ മറിച്ച് ഈ പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് പോയില്ല, ആ ക്യാൻഡിലിൻ്റെ അപ്പിലേക്ക് പോകുന്നുണ്ടെങ്കിൽ മാത്രമാണ് പിയിൽ കോൺസെൻട്രേഷൻ ചെയ്യേണ്ട കാര്യമുള്ളൂ. ഒമ്പത് 28 2 മിനിറ്റ് ഉണ്ട്. സാധാരണ 9:30 ആകുമ്പോൾ ഒരു 10 പോയിൻ്റൊക്കെ കിട്ടാറുള്ളതാണ്. ഇന്ന് രാവിലെ കൺസോൾട്ടേഷനാണ്. ഓൾറെഡി നമ്മൾ രാവിലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഗ്യാപ്പ് ഡൗൺ ആണ്. ആ ഗ്യാപ്പ് ഡൗൺ കൺസോൾട്ടേഷൻ സോണിലാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് കുറേ നേരം കഴിഞ്ഞിട്ടേ ഒരു ഫാസ്റ്റ് മൂവ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. അതിനുള്ളിൽ 10 പോയിൻ്റൊക്കെ സേഫായിട്ട് എടുത്തിട്ട് നമുക്ക് സേഫായിട്ട് ഇരിക്കാം എന്നാണ് നമ്മൾ ഉദ്ദേശിച്ചത്. കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഈ റെഡൊന്നും കണ്ട് നമ്മൾ വലിയ ടെൻഷനൊന്നും ആവണ്ട. കാരണം അത് ഹൈ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകും. അത് മുകളിലോട്ട് കുതിക്കാൻ വേണ്ടി താഴത്തോട്ട് വരാനുള്ള ചാൻസസ്
പൊതുവേ കൂടുതലാണ്. ഇനിയൊരു ബ്രേക്കൗട്ട് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് നല്ല രീതിയിൽ അപ്പിലേക്ക് പോകും. 137 140 ഒരു ബ്രേക്ക് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ. കാരണം ഇതിൻ്റെ ആ ഹയർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. 130.75 136.75 ലോ, ഹൈ 137.30. ഒരു കുറച്ച് ചെറിയൊരു വിക്കേ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. രണ്ടാമതൊരു ഗ്രീൻ ഇവിടെ തെളിഞ്ഞു വരുന്നുണ്ട്. ഇത് 137 140 ബ്രേക്ക് ചെയ്താൽ പിന്നെ അങ്ങ് പൊക്കോളും. RSI താഴത്ത് തിരിയാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. എന്തായാലും ഫാസ്റ്റ് മൂവ്മെൻറ്റ് എന്തായാലും ഇപ്പോൾ എന്തായാലും വരും. ഒരു പർട്ടിക്കുലർ ടാർഗറ്റ് എന്തായാലും ഹിറ്റ് ചെയ്യണം. ഒരു പരിധി കൂടുതലൊന്നും മാർക്കറ്റിന് കൺസോൾട്ടേഷൻ ചെയ്ത് നിൽക്കാൻ പറ്റത്തില്ല. അതാണ് ഈ റെഡൊന്നും നമുക്ക് അത്ര വലിയ സുഖമുള്ള റെഡൊന്നും അല്ല. അത് ഈ പാനിക് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റെഡുകളൊക്കെ അങ്ങനെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹോൾഡ് ചെയ്ത വ്യക്തിയെ മനസ്സ് മടിപ്പിക്കുക, അല്ലെങ്കിൽ അവരെ കൊണ്ട് ഇറങ്ങാനായിട്ട് പ്രേരിപ്പിക്കുക. അതൊക്കെ ഈ റെഡ് വരുമ്പോഴത്തേക്കും വളരെ പാനിക് സിറ്റുവേഷൻ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഇനിയിപ്പോൾ ഒരു കൺഫേം ബ്രേക്കൗട്ട് കിട്ടണമെങ്കിൽ 137 140 ആ ഒരു റിജക്ഷനും കൂടെ കവറപ്പ് ചെയ്താൽ ഫാസ്റ്റ് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് മുകളിലോട്ട് കിട്ടും. ഇവിടെ ഒരു മൂവ്മെൻറ്റ് കിട്ടണമെങ്കിൽ 122 ബ്രേക്ക് ചെയ്യണം. 122 കൺഫേം മൂവ്മെൻ്റ് ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 125 ഒക്കെ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് 130ലേക്കുള്ളൊരു മൂവ്മെൻറ്റ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ആദ്യത്തെ ഈ ഒരു യെല്ലോ ലൈൻ ടച്ച് ചെയ്യുമോ എന്നുള്ള കാര്യം മാത്രം അറിയാനുള്ളൂ. നല്ല രീതിയിൽ വെയിറ്റ് ചെയ്തിട്ടൊക്കെ എൻട്രി എടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഇതൊരു ഇൻഡിസിഷൻ ക്യാൻഡിലാണ്. 9:32 ഇതൊരു റിവേഴ്സ് സൈനാണ്. അത് എത്രമാത്രം സക്സസ് ആവും എന്നുള്ള കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരു 123 ഒക്കെ ബ്രേക്ക് ചെയ്യണം. കാരണം RSI താഴത്തോട്ട് നിൽക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്കുള്ള ഫേക്ക് ബ്രേക്കൗട്ടാണ് ഇവിടെ ഉണ്ടാവണത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് താഴത്തേക്ക് വരാം. ആ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് 123ലേക്ക് നിലവിലുള്ള ലോ ബ്രേക്ക് ചെയ്ത് മാത്രം വന്നാലേ ഉള്ളൂ. കാരണം ഇവിടെ യെല്ലോ ലൈൻ നിൽക്കുന്നത് കാരണം നമുക്കിതൊരു അപ്പായിട്ടൊന്നും നമുക്കൊന്നും കണക്ക് കൂട്ടാൻ പറ്റില്ല. ഒരു അപ്സൈഡ് കിട്ടണമെങ്കിൽ 122 ഒക്കെ ബ്രേക്ക് ചെയ്ത് പോകണം. 122 ഒക്കെ ബ്രേക്ക് ചെയ്ത് ഈ ഒരു വൈറ്റ് ഡോട്ട് 124 ഒക്കെ ബ്രേക്ക് ചെയ്താലാണ് സേഫ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് കിട്ടത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഫൈനൽ ടാർഗറ്റ് 140 to 150 10 പോയിൻറ്റ്സ് ആണ്. RSI ഇവിടെ ക്രോസ് ഓവർ ആയിട്ടുണ്ട്. ഈ റെഡൊന്നും അത്ര ശാശ്വതമല്ല എന്ന് പറയുന്നതിൻ്റെ റീസൺ അതാണ്. ഇവിടെ യെല്ലോ ലൈൻ എന്തായാലും ടച്ച് ചെയ്യണം. ആ യെല്ലോ ലൈൻ ടച്ച് ചെയ്യുന്ന സമയത്ത് ഇത് 140 അല്ലെങ്കിൽ 139.5 എന്തായാലും ടച്ച് ചെയ്യും. 140 കൂടെ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് 150ലേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. കാരണം ആദ്യം യെല്ലോ ലൈനിലെ റിജക്ഷനാണ് ആ കണ്ടത്. അതുകൊണ്ടാണ് ആദ്യത്തെ മൂവ്മെൻറ്റ് നമ്മൾ 140 പറഞ്ഞത്. ഇനി ഇവിടെ യെല്ലോ ലൈൻ ടച്ച് ചെയ്തു. ഇനി ഇവിടുത്തെ യെല്ലോ ലൈനും കൂടെ ടച്ച് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിച്ച പോലെയുള്ള ഗ്യാപ്പ് ഫില്ലിങ് എവിടെയാ 104ലേക്ക്. ആ 104ലേക്ക് ഗ്യാപ്പ് ഫില്ല് ചെയ്യുമ്പോൾ CE 150 158 ഒക്കെ മൂവ് ചെയ്യണം. ഇതിൻ്റെ ടാർഗറ്റ് എത്രയായിരുന്നു? 140. കറക്റ്റ് 140 ആണ് ടച്ച് ചെയ്ത് നിൽക്കുന്നത്. ഇനി ഒരു 140 കൂടെ അഗെയിൻ ബ്രേക്ക് ചെയ്താൽ അടുത്ത ബ്രേക്കൗട്ടിലാണ് മാർക്കറ്റ് 140 to 148 മാർക്കറ്റ് പോകത്തുള്ളൂ.
ഇത് അത്ര വലിയ റെഡൊന്നും അല്ല, RSI സിക്ക് അനുകൂലമായിട്ട് വരുന്നുണ്ട്. എന്നാലും നമ്മൾ 140 ബ്രേക്ക് ചെയ്താൽ മാത്രം അടുത്ത മൂവ്മെൻറ്റ് പ്രതീക്ഷിച്ചാൽ മതി. ഇപ്പുറത്താണെങ്കിൽ 123 ഒക്കെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 130 മൂവ്മെൻറ്റ് കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. അടുത്ത ഒരു സേഫ് പൊസിഷന് വേണ്ടി വെയിറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഒരു പോംവഴി. അതാണ് ഈ റെഡൊന്നും കാണുമ്പോൾ നമ്മൾ വെറുതെ പാനിക് ആവേണ്ട കാര്യങ്ങളൊന്നും ഇല്ല. മാർക്കറ്റ് റീച്ച് ചെയ്യേണ്ട സ്ഥലത്ത് റീച്ച് ചെയ്തിട്ടേ അടുത്ത ഡയറക്ഷനിലേക്ക് മാർക്കറ്റ് പോകത്തുള്ളൂ. അതാണ് നമ്മൾ ഈ ഒരു യെല്ലോ ലൈൻ ടച്ച് ചെയ്യാൻ വരും. ആ യെല്ലോ ലൈൻ ടച്ച് ചെയ്യുന്ന അറ്റേ ടൈമിൽ ഇവിടെ 140 അല്ലെങ്കിൽ 139.5 ടച്ച് ചെയ്യുമെന്ന് പറഞ്ഞതിൻ്റെ റീസൺ. ഇനി അടുത്തത് 148 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അല്ല 140 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 148 നല്ല വോളിയം ഉണ്ടെങ്കിൽ 158 വരെ പോകുന്നു മാത്രമേ ഉള്ളൂ. പിയിലൊരു 122 ഒക്കെ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് 130 മൂവ്മെൻറ്റ് കിട്ടത്തുള്ളൂ. RSI ഒരു കർവിനുള്ള സാഹചര്യങ്ങൾ ഇങ്ങനെ കാണിക്കുന്നുണ്ടെന്ന് വെച്ചിട്ട് കർവ് ആയിട്ടില്ല. നേരെ മറിച്ച് ഇവിടെ ഗ്രീനിലേക്ക് കയറിയിട്ടുമുണ്ട്. 140 ബ്രേക്ക് ചെയ്താൽ എന്തായാലും 146 നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ഒരു കേസുണ്ട്. 140 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 140 ഈ ക്യാൻഡലിൻ്റെ ഹൈ 145. അപ്പോൾ ഇവിടെ 140 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും 145 മൂവ്മെൻറ്റ് കിട്ടും. അത് കൺഫേം ആയിട്ടുള്ള കേസാണ്. അതിൽ 145 എന്നുള്ള ചിലപ്പോൾ ഒരു 146.50 വരെ കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. കാരണം ആ ലൈൻ ഇവിടെ നിന്ന് വെച്ചാൽ യെല്ലോ ലൈൻ 146.5 വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടെ ടാലിയായിട്ട് നിൽക്കുമ്പോൾ അതൊരു സ്ട്രോങ് റിജക്ഷനായിട്ട് ആക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അടുത്ത പോയിൻ്റ് അവിടെ നിന്ന് ഒപ്പിക്കുക. അങ്ങനെ സ്കിപ്പ് ചെയ്ത് എടുത്ത് പോകണം. കാരണം നമ്മൾ രാവിലെ തീരുമാനിച്ചതാണ് മാർക്കറ്റ് കൺസോൾട്ടേഷനാണ്. അപ്പോൾ അതുകൊണ്ട് ഹൈ മൂവ്മെൻ്റ് ഒന്നും ഉടനെ ഉണ്ടാവില്ല. സ്കാൽപ്പ് ചെയ്ത് കുറച്ച് പോയിന്റുകൾ ഒപ്പിക്കുക എന്നുള്ള കാര്യങ്ങൾ നമ്മൾ രാവിലെ ഓൾറെഡി തീരുമാനിച്ചതാണ്. അപ്പോൾ ആ പ്ലാൻ അതനുസരിച്ചിട്ട് പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം ഇവിടെ ഇത് യെല്ലോ ലൈൻ ടച്ച് ചെയ്യേണ്ട ആവശ്യകത ഉണ്ട്. വൈറ്റ് ലൈൻ ഇത് താഴത്തോട്ട് വന്നിട്ട് 125 ഒക്കെ ടച്ച് ചെയ്യണം. അതിനുശേഷം അതും ബ്രേക്ക് ചെയ്താൽ താഴത്തോട്ട് പോരും. ഒരു സപ്പോർട്ടാണ് 125 എന്നുള്ളത്. എന്നാലും നമുക്ക് അടുത്ത മൂവ്മെൻറ്റ് വേണ്ടി വെയിറ്റ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ മൂവ്മെൻ്റൊക്കെ കണ്ട് അവിടെ എടുക്കാം ഇവിടെ എടുക്കാം എന്നൊക്കെയുള്ള തീരുമാനം ഉണ്ടെങ്കിൽ ചിലപ്പോൾ പണി കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. ഇത് ഇനി 132 കൂടെ ബ്രേക്ക് ചെയ്യണം. ഇതൊരു കറക്റ്റായിട്ട് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ആ സപ്പോർട്ടായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് 132 ബ്രേക്ക് ചെയ്തും കൂടെ മൂവ് ചെയ്യണം. അല്ലെങ്കിൽ പിന്നെ 125 എടുത്തിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു പോയിൻ്റ് അല്ലെങ്കിൽ കോസ്റ്റ് ടു വെച്ചിട്ട് വെയിറ്റ് ചെയ്താലും വിഷയങ്ങൾ വരില്ല. ഇതാണ് നമ്മൾ 125 എന്തായാലും ഒരു സപ്പോർട്ട് എടുക്കാൻ പോകണം. ആ സപ്പോർട്ട് ആക്റ്റീവ് ആണെങ്കിൽ ഈ ക്യാൻഡിൽ 132 ബ്രേക്ക് ചെയ്താൽ ഇനി 144 ആ ക്യാൻഡിൽ നിൽക്കത്തുള്ളൂ. അപ്പോൾ ഒന്നെങ്കിൽ കോസ്റ്റ് ടു ഇട്ട് പോവുക, ഇല്ലാന്നുണ്ടെങ്കിൽ 144 അവിടെ നിന്നും ബ്രേക്ക് ചെയ്ത് 158. ഇത് രണ്ടിലേതെങ്കിലും ഒരു തീരുമാനമായിട്ടേ അതിലൊരു മൂവ്മെൻറ്റ് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ അതിലൊരു മാറ്റം ഉണ്ടാവത്തുള്ളൂ. ഇപ്പോൾ ഇതെന്ത് ചെയ്യാം, ഇത് കോസ്റ്റ് ടു ഒരു പോയിൻ്റ് അടിച്ച് പോയാൽ ഇവിടെ നിന്ന് നമുക്ക് തിരിച്ചെടുക്കാം. ഇവിടെ 123.4 ഒക്കെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 130 എടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. നിലവിലെ ക്യാൻഡിലിൻ്റെ ലോ എന്ന് പറഞ്ഞാൽ 125.70 സിയിൽ. അതാണ് നമ്മൾ അവിടെ ഒരു സപ്പോർട്ടിങ് സോൺ ഉണ്ട്, ഒറ്റയടിക്ക് വന്നിട്ട് അവിടെ നിന്ന് സപ്പോർട്ടിങ് എടുക്കാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞതിൻ്റെ റീസൺ. തന്നെ അരമണിക്കൂറായി. അപ്പം ഇങ്ങനെയുള്ളിടത്ത് ഈ 125 അല്ലെങ്കിൽ ആ ക്യാൻഡിൽ ആ ഗ്രീനിലേക്ക് മുട്ടുന്ന സമയത്ത് നമുക്ക് എൻട്രി എടുക്കാം. എന്നിട്ട് ഒരു പോയിൻ്റോ അര പോയിൻ്റോ സ്റ്റോപ്പ് ലോസ് ഇട്ട് വെക്കാം. എന്നിട്ട് തീരുമാനിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ അത് കോസ്റ്റ് ടു അടിച്ചു പോട്ടെ, ഇല്ലാന്നുണ്ടെങ്കിൽ 142 അല്ലെങ്കിൽ ആ മഞ്ഞ ലൈൻ
മഞ്ഞ ലൈനിൽ 142 ഒക്കെ ബുക്ക് ചെയ്യുമ്പോഴത്തേക്കും ഒരു 137 ഒക്കെ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് വെച്ചാൽ പിന്നെ 158 അങ്ങനെയുള്ളൊരു പ്ലാനൊക്കെ നമ്മൾ തയ്യാറാക്കി വെക്കണം. കാരണം ഈ സ്ട്രഗിൾ ആവുന്നതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ സി സൈഡിലെ യെല്ലോ ലൈൻ മുട്ടിയിട്ടില്ല, അതിന് വേണ്ടിയിട്ടാണ് ഈ സ്ട്രഗിളൊക്കെ കാണിക്കുന്നത്. നമുക്ക് ഒരു പോയിന്റ് കോസ്റ്റ് ടു കോസ്റ്റ് വെച്ചിട്ടൊന്നും നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. കാരണം അതിൻ്റെ ലോവർ വിക്ക് വന്നിട്ടില്ല, അതുകൊണ്ടാണ് സിയിൽ ഒരു റെഡിഷ് കാണിക്കുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഇപ്പോഴാണ് ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും എന്താ ചെയ്യണ്ടേ, അത് കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ ദേഹത്ത് തട്ടത്തില്ല. നമ്മളെപ്പോഴും 5 പോയിന്റ് സ്റ്റോപ്പ് ലോസ് ഇട്ടേ വെക്കൂ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. നമ്മൾ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ കയറിക്കഴിഞ്ഞാൽ നമ്മൾ എടുത്തതിൽ മാത്രം ഉറച്ച് വിശ്വസിക്കാതിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമുക്ക് പ്രോഫിറ്റബിൾ ആവാനുള്ള ഏക ഒരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. നമുക്ക് എങ്ങോട്ടാണോ മൂവ്മെൻറ്റ് കിട്ടുന്നത് അങ്ങോട്ട് മാറ്റിയെടുക്കുക. അപ്പോൾ നമ്മൾ ഒരെണ്ണം എടുത്തിട്ട് നമുക്ക് എന്താ ലോസ് വന്നാലും നമ്മുടെ ദേഹത്ത് തട്ടാൻ പാടില്ല. അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ കോസ്റ്റ് ടു കോസ്റ്റോ 1 പോയിന്റോ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് അത് ഓപ്പോസിറ്റ് പോവുകയാണെന്നുണ്ടെങ്കിൽ അടുത്തതിൽ കയറി ചാടി പിടിച്ച് കയറിയിട്ട് അത് പ്രോഫിറ്റബിൾ ആവാൻ നോക്കണം. $127 ബ്രേക്ക് ചെയ്താൽ 130. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചത്, ഇവിടുത്തെ എൻട്രി നമ്മൾ പ്ലാൻ ചെയ്തു, അതിൽ കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ട് വെച്ചു. അത് സഡൻ ഈ ഒരു ഗ്രീൻ ലൈൻ ഡംപ് ചെയ്യുമ്പോൾ എന്താ പറ്റിയേ, 123 24 നിന്നാണെങ്കിലും 26 വരെ നമുക്ക് പ്രോഫിറ്റബിൾ ആവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതും കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ട് വെച്ചേക്കുക. അത് 130 ആണ് ട്രിഗർ പ്രൈസ്. ഇപ്പോൾ ഈ 127.73 ട്രിഗറായി നിൽക്കുന്നതുകൊണ്ടാണ് ബ്രേക്കൗട്ട് ആവാത്തത്. അത് ബ്രേക്കൗട്ട് ആയിക്കഴിഞ്ഞാൽ മാർക്കറ്റ് 130 വരെ ബ്രേക്ക് ചെയ്താൽ പിന്നെ എന്തായാലും മാർക്കറ്റിന് മുകളിലോട്ട് പോകണം. പിന്നെ സെക്കൻഡ് തിങ്, ഇതിൻ്റെ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല, ഇതിൻ്റെ ഹയർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ കയറ്റി എപ്പോഴും പിടിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഇവിടെ 1 പോയിന്റ് പോയാലെന്താ, അല്ലെങ്കിൽ കോസ്റ്റ് ടു കോസ്റ്റ് പോയാലെന്താ, ഇവിടെ നമുക്ക് പ്രോഫിറ്റബിൾ ആക്കി എടുക്കാൻ പറ്റണം. അങ്ങനെയാണ് നമ്മൾ ട്രേഡ് എടുക്കേണ്ടത്. ഇപ്പോൾ 131 ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ലോ എന്നുള്ള ഒരു സ്പേസ് എന്ന് പറഞ്ഞാൽ 100 10 പോയിന്റും കൂടെ താഴത്തേക്ക് ഇറങ്ങണം. 10 പോയിന്റ് കൂടെ താഴത്തേക്ക് ഇറങ്ങുമ്പോൾ ഇത് അതനുസരിച്ചിട്ട് ഇവിടെ മൂവ് ചെയ്യണ്ടേ. കാരണം ഇത് വാക്വം സ്പേസ് ആണ്, ഈ ഒരു ഗ്രിപ്പ് എന്ന് പറഞ്ഞത് വാക്വം സ്പേസ് ആണ്. അതാണ് നമ്മൾ ഇടിച്ചിടിച്ച് താഴത്തേക്ക് ഇറക്കാനുള്ള ചാൻസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞതിൻ്റെ റീസൺ. അത് 99 മുട്ടുമ്പോൾ മാർക്കറ്റ് 146 ഒരു വൈറ്റ് ഡോട്ടാണ് ഇപ്പോൾ മാർക്കറ്റ് മുട്ടി നിൽക്കുന്നത്. വൈറ്റ് ഡോട്ട് ടാർഗറ്റ് പോയിന്റ് ആണ്. അപ്പോൾ നമ്മളിങ്ങനെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തിട്ട് നമ്മൾ കുറേ നേരം കൊണ്ട് പറയുന്നുണ്ട് ഒരു മാസീവ് മൂവ്മെൻറ്റ് ഇപ്പോൾ എന്തായാലും വരും. അപ്പോൾ അതനുസരിച്ചിട്ട് പ്ലാൻ ചെയ്യുക. നമ്മളൊരു എൻട്രി എടുത്താലും നമ്മൾ കറക്റ്റ് സ്ഥലത്തു നിന്നാണ് ഒരു എൻട്രി എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്പോസിറ്റ് പോകുമ്പോഴത്തേക്കും ഈസി ആയിട്ട് കയറാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് എവിടം വരെ വരാം, ഈ വിക്ക് വരെ 99 വരെ മാർക്കറ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. 99 മാർക്കറ്റിൽ ഇത് വന്ന് നിന്നപ്പോൾ ഇവിടെ എന്താ ഉണ്ടായേ, 127 അല്ലെങ്കിൽ നമ്മൾ 125 എന്തോ പറഞ്ഞ, 125 മുതൽ 145 വരെ 20 പോയിന്റ് ഓൾറെഡി പ്രോഫിറ്റബിൾ ആയിട്ടുണ്ട്. കാരണം ഈ ഒരു വൈറ്റ് ഡോട്ടാണ് ട്രിഗർ പ്രൈസ്. അതിനനുസരിച്ചിട്ട് ലോ വിക്ക് വന്ന് കറക്റ്റായിട്ട് ടാലി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ 148 ബ്രേക്ക് ചെയ്താൽ അടുത്തത് 152 163 മാർക്കറ്റ് മൂവ് ചെയ്യും. അതിനർത്ഥം ഇത് ഡോജി ക്യാൻഡിലായിട്ട് ഫോം ചെയ്യണം. നെക്സ്റ്റ് ക്യാൻഡിൽ ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ സെക്കൻഡ് ടാർഗറ്റ് 163 ആയിരിക്കും. RSI ഇവിടെ എന്തുകൊണ്ട് പിയിലേക്ക് അനുകൂലമായിട്ട് വന്നിട്ടുണ്ട്.
ഇത് ഡോജി ക്യാൻഡിലായിരിക്കണം. നെക്സ്റ്റ് ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത 163 മാർക്കറ്റ് മൂവ് ആവണം. അതിനർത്ഥം ഇത് താഴത്തോട്ട് വന്നാൽ 99 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ ഒരു 91 സ്കിപ്പ് ആവണം നെക്സ്റ്റ് ക്യാൻഡിൽ. അപ്പോൾ ഇവിടെ എൻട്രി എടുത്താലും എന്താ, ഇവിടെ നമ്മൾ എൻട്രി ഓൾമോസ്റ്റ് ഇവിടം വരെ പോയിട്ടുള്ളതായിരുന്നു. ഈ ക്യാൻഡിൽ 5 പോയിൻ്റ് അടുത്ത് കിട്ടിയതാണ്. അതാണ് നമ്മൾ കോസ്റ്റ് ടു കോസ്റ്റിലിട്ടത്. സെക്കൻഡ് ഇവിടെ അത് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ ഇപ്പുറത്ത് ട്രേഡ് എടുക്കാം. അത് നമ്മൾ ഈ പറഞ്ഞ പോലെ ആദ്യമേ പറഞ്ഞൊരു വാക്കാണ്, ഈ വിക്ക് ഇടിച്ചിടിച്ചിടിച്ചിടിച്ചിടിച്ച് താഴത്തേക്ക് ഇറക്കാം. അപ്പം അതേപോലെ തന്നെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ കാര്യങ്ങൾ സംഭവിച്ചു. ഇവിടെ ഓൾറെഡി 20 പോയിൻ്റ് ഓൾറെഡി ആയിട്ടുണ്ട്. 20 പോയിൻ്റ് ഇവിടെയും അതിനിടയ്ക്കുള്ള ഒരു 5 പോയിൻ്റ് നമ്മൾ ഏതൊരു സ്ട്രൈക്കിൽ എടുത്തിട്ടുമുണ്ട്. ഇപ്പോൾ RSI അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. ഇനിയിപ്പോൾ ഇത് RSI ക്രോസ് ഓവർ ആവാതെ അടുത്ത മൂവ്മെൻറ്റ് നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ ഫൈനൽ ടാർഗറ്റ് ഒരു 163 ഒക്കെ ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. പ്രൈസ് ലൈൻ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അടുത്ത റിജക്ഷൻ ഏരിയ എന്നുള്ളത് 153.65 ആണ് അടുത്ത റിജക്ഷൻ ഏരിയ. ഈ ക്യാൻഡിൽ മൂവ് ആയാലും ഒരു റിജക്ഷൻ ഫേസ് ചെയ്യാനുള്ളൊരു ഏരിയ 153 ആണ്. അല്ല, ഓൾമോസ്റ്റ് നമുക്ക് 10 പോയിൻ്റാണ്. 10ന് ഒരു 20 പോയിൻ്റ് ഇവിടെയും അല്ലാതെ ഒരു 5 പോയിൻ്റ് 25 പോയിൻ്റ് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ച് 9:48 നമ്മളെ ട്രേഡൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനി ഈ ഒരു ബ്രേക്ക് ഔട്ടും കൂടെ പ്രതീക്ഷിച്ച് ഇങ്ങനെ നിൽക്കുന്നുള്ളൂ. ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്തൊരു നല്ല വോളിയത്തോടൊരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ 153, അവിടെയും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 163. 149 ഹൈ അങ്ങ് ബ്രേക്ക് ആവുന്നില്ല. അതൊന്ന് ബ്രേക്കായാൽ കയറി അങ്ങ് പൊക്കോളും. 151 പോട്ടെ, കയറി പോട്ടെ. അറ്റ്ലീസ്റ്റ് 153 വരെയെങ്കിലും പോകേണ്ടതായിരുന്നു. കാരണം അത് 153 എത്തുമ്പോൾ ഇപ്പുറത്ത് ലോവർ വിക്കിൽ അടിക്കണം. അതാണ് എൻ്റെ കണക്കൂട്ടൽ പ്രകാരം. ഈ ലോവർ വിക്ക് ഉണ്ട് 99, അങ്ങോട്ടൊരു ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്യുമ്പോൾ മേ ബി PE ഒരു 153 ഒക്കെ ടച്ച് ചെയ്യേണ്ടതാണ്. അടുത്ത വാക്കോ സ്പേസ് എവിടെയാണ് കൃത്യമായിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന വാക്കോ സ്പേസ്? ഇത് ഒരു സുഖമുള്ള ഗ്രീൻ അല്ല, അത് റെഡിലേക്കൊരു 99 ടച്ച് ചെയ്യേണ്ട സാധനമായിരുന്നു. ഇപ്പോൾ 108 നമ്മുടെ ട്രേഡൊക്കെ ഓൾമോസ്റ്റ് ഡണ്ണാണ് കേട്ടോ. 108 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 10 തൊട്ട് 15 വരെയുള്ള ഒരു 5 പോയിൻ്റ് ഈസി ആയിട്ട് പിടിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. സേഫ് ആയിട്ടുള്ളൊരു സോൺ വാക്കോ സ്പേസ് അത് മാത്രമേ ഉള്ളൂ. 110 മുതൽ 115 വരെ. ഇവിടെ ഈ 99 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ പിടിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ഈ ഒരു ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ. അടുത്ത സേഫ് സോണായിട്ട് കളിക്കാൻ പറ്റുന്ന ഏരിയ ഈ 2 സ്പേസ് മാത്രമേ ഉള്ളൂ. ഈ ഗ്രീനൊന്നും അത്ര സുഖമുള്ളൊരു ഗ്രീൻ അല്ല. കാരണം അതൊരു 99 ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്യണം. ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്യുമ്പോൾ മറ്റേത് ഇത് റെഡാണ്, ഇത് റെഡാണ്, രണ്ടും നോക്കിക്കേ, കളർ റെഡാണ്. അപ്പോൾ നമ്മുടെ കണക്കും പ്രകാരം ഇത് 99 വന്നപ്പോൾ ഇത് 153 ടച്ച് ചെയ്യേണ്ടതായിരുന്നു. അത് ടച്ച് ചെയ്തില്ല. കാരണം രണ്ടും റെഡാണ്, അങ്ങനെ വരേണ്ട കാര്യമില്ലല്ലോ.
ഇപ്പോൾ ഒരു ഫാസ്റ്റ് മൂവ്മെൻറ്റും കൂടെ ഉണ്ടാവുന്നു. ഇത് RSI ക്രോസ് ഓവർ ആവാതെ എന്തായാലും പിയിലേക്ക് വലിയ കോൺസെൻട്രേഷൻ കൊടുത്തിട്ട് കാര്യമില്ല. അല്ല, സിയിലേക്ക്. ഇതിൻ്റെ ഇടക്കായിരിക്കും മാർക്കറ്റ് നിന്ന് കുറച്ച് നേരം കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ശേഷമായിരിക്കും സേഫായിട്ടുള്ളൊരു ബ്രേക്ക് ഔട്ട് ഉണ്ടാകത്തുള്ളൂ. ഇതൊരു പിൻബാറാണ്. എന്തായാലും നമ്മൾ അത് പ്രതീക്ഷിച്ചിട്ട് നോക്കിയിട്ട് കഴിഞ്ഞാൽ അടുത്ത നല്ല ബ്രേക്ക് ഔട്ട് കിട്ടാതെ ഒന്നും മാർക്കറ്റിൽ വലിയ വലിയ മൂവ്മെൻറ്റുകളൊന്നും പ്രതീക്ഷിക്കുന്നില്ല. കിട്ടിയ പ്രോഫിറ്റ് കളയാതിരിക്കുക, ആർത്തി കാണിക്കാതിരിക്കുക എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ ക്യാൻഡിൽ റെഡ് വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് 153 ടച്ച് ചെയ്യേണ്ട ക്യാൻഡിലാണ്. അത് ടച്ച് ചെയ്തിട്ടില്ല. അതിൻ്റെ പുറകിൽ വേറെ എന്തെങ്കിലും ഒക്കെ റീസൺ കാണും. എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മളത് മൈൻഡ് ചെയ്യേണ്ട കാര്യങ്ങളില്ല. കാരണം നമ്മളിവിടെ ഡബിൾ ബോട്ടം ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. ഇപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ഡബിൾ ബോട്ടം ബ്രേക്ക് ചെയ്തപ്പോഴത്തേക്കും 100 നിന്ന് എടുത്താലും എനിക്കിപ്പോൾ ഒരു 107 പോയിൻ്റ് അല്ലെങ്കിൽ 108ലേക്കൊക്കെ ഈസി ആയിട്ട് എടുക്കാം. ഈ അനലൈസിങ്ങിൻ്റെ സമയത്ത് നമുക്ക് ചില എൻട്രികളൊക്കെ നമുക്ക് മിസ്സാവും. കാരണം നമ്മൾ സംസാരിക്കുന്ന കോൺസെൻട്രേഷനിലായി പോകുമ്പോഴത്തേക്കും നമുക്ക് അത് മിസ്സായി പോകും. ഈ റെഡ് ഇങ്ങനെ ഇട്ടതും ഈ റെഡ് ഇങ്ങനെ ഇട്ടതിൻ്റെ പുറകിൽ എന്തെങ്കിലുമൊക്കെ ഉദ്ദേശം കാണും. ഇതിൻ്റെ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല, ഇതിൻ്റെ ഹയർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. 135 കറക്റ്റായിട്ടൊരു സപ്പോർട്ട് എടുത്തിട്ടുമുണ്ട്. എന്തോ ഒക്കെ ഉദ്ദേശമുണ്ട്. കറക്റ്റ് 10 മണിയാകുമ്പോൾ നമുക്ക് ലൈവ് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയും കൂടെ കിട്ടുമെങ്കിൽ അത് എടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം ഇത് കറക്റ്റ് ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ഇത് റെഡ് ഒരു ദുസ്സൂചനയാണ്. അതിനർത്ഥം 151 ബ്രേക്ക് ചെയ്താൽ ഒറ്റയടിക്ക് 163ലേക്ക് പോകുമെന്ന് നോക്കാം. RSI ഒരു ബ്രേക്ക് ഔട്ട് സ്റ്റേജിലാണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ 99 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് 91ലേക്ക് 8 പോയിൻ്റ് മാറിക്കഴിഞ്ഞാൽ 151 10 61 12 പോയിൻ്റ് പിയിൽ അഡീഷണൽ കിട്ടും. ഇനി ഉണ്ടാവുന്ന ക്യാൻഡിൽ ഹൈ വോളിയം ക്യാൻഡിലായിരിക്കും. നമ്മൾ വരച്ചു വെച്ചാൽ ബ്ലൂ ലൈൻ അപ്പുറത്തേക്ക് മാർക്കറ്റ് ഇതുവരെയും ബ്രേക്ക് ഔട്ട് ആയിട്ടില്ല. അതാണ് ഒരു സേഫ് സോൺ എന്ന് പറഞ്ഞതിൻ്റെ റീസൺ അതാണ്. അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് കളിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു. കാരണം ഇത് ഗ്രീൻ പോയി, അതിനപ്പം തന്നെ അടുത്തത് റെഡ് വന്നു. അപ്പോൾ ആ സോൺ ഒരു എന്താ പറയുക, ഒരു അൺകംഫർട്ടബിൾ സോണാണ്. അതിന് പുറത്തേക്ക് പോയാൽ മാത്രമാണ് മാർക്കറ്റിലൊരു മൂവ്മെൻറ്റ് എന്തായാലും ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മളത് മാർക്ക് ചെയ്തിട്ട് അടുത്തൊരു എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അതനുസരിച്ചിട്ട് ടാലിയാക്കി ഇപ്പുറത്ത് 153 ബ്രേക്ക് ചെയ്താൽ, അല്ലെങ്കിൽ 153 ഒക്കെ ബ്രേക്ക് ചെയ്താൽ 163ലേക്കുള്ളൊരു 10 പോയിൻ്റ്. ഇവിടുത്തെ ബ്ലൂ ലൈൻ 108 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 110 റിജക്ഷൻ. 110 കൂടെ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് 116ലേക്ക് മാർക്കറ്റ് പോകത്തുള്ളൂ. എന്തായാലും നമ്മൾ ബ്രേക്ക് ഔട്ട് ആയാലും ഇല്ലെങ്കിലും നമ്മൾ 10 മണിക്ക് ലൈവ് വൈൻഡപ്പ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ വ്യൂ പറയുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനും പറ്റും, അതേപോലെ തന്നെ ഒരു തീരുമാനം എടുക്കാനും പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ വ്യൂ പറയുന്നത്. അപ്പോൾ ഈ വ്യൂ മനസ്സിലാക്കി നിങ്ങൾക്കൊരു തീരുമാനിച്ച് സേഫായിട്ട് എൻട്രി എടുക്കാൻ കോൺഫിഡൻ്റ് ഉള്ളവർ മാത്രം ലൈവിലേക്ക് വന്നാൽ മതി. പിന്നെ ഇവിടെ 105 ബ്രേക്ക് ചെയ്താൽ നമ്മുടെ 108ലേക്കുള്ളൊരു മൂവ്മെൻറ്റ് കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. 5 മിനിറ്റ് കൂടെ ഉണ്ട് 10 മണിയാവാൻ. ഒന്നെങ്കിൽ 151 ബ്രേക്ക് ചെയ്ത് 163 10 മണിക്ക് നമ്മൾ അവസാനിപ്പിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ 105 ബ്രേക്ക് ചെയ്ത് 108ലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു 106 സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ടിട്ട് വെയിറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം ഒരു നല്ല രീതിയിൽ സപ്പോർട്ട് എടുക്കുന്നുണ്ട് ഇവിടെ. ലെഫ്റ്റ് സൈഡ് എപ്പോഴും സി ആണ്, റൈറ്റ് സൈഡാണ് എപ്പോഴും പി ആയിട്ട് ഞാൻ കാണുന്നത്. കാരണം ഈ ഗ്രീൻ ക്യാൻഡിൽ എങ്ങനെ വന്നോ അതേപോലെയുള്ള റെഡ് ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ 127ലേക്ക് 129ലേക്ക് ഒരു ഒറ്റയടിക്ക് സപ്പോർട്ട് എടുക്കാൻ വരും. ആ ക്യാൻഡിൽ എങ്ങനെയാണോ പ്രീവിയസ് ക്യാൻഡിൽ പോയത് അതേപോലെ തന്നെ താഴത്തോട്ട്
ഒരു റെഡ് ക്യാൻഡിൽ വരാനുള്ള ചാൻസസ് ഉണ്ട്. അതിൻ്റെ തീരുമാനം കൂടെ 9.56 2 ക്യാൻഡിൽ. $136.86 സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. അത് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് താഴത്തേക്ക് വരത്തുള്ളൂ. ഒരു തവണ നോക്കി നടന്നില്ല, രണ്ടാമത്തെ തവണ നോക്കി നടന്നിട്ടില്ല. നമ്മൾ വരച്ചിട്ട് ആ സേഫ് സോണിൻ്റെ ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. 57 58. അടുത്ത ക്യാൻഡിൽ നല്ല വോളിയത്തോടെ ബ്രേക്കൗട്ടായാൽ മാത്രമാണ് 163 പോകത്തുള്ളൂ. ഈ ബ്ലൂ ലൈൻ്റെയും പുറത്ത് വരാതെ നമ്മളൊരു കാര്യം തീരുമാനിക്കത്തില്ല. കാരണം കിട്ടിയ 20 പോയിൻ്റ് അതിന് പകരം 40 പോയിൻ്റ് കളയാനുള്ള സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ സ്ഥിരം മാർക്കറ്റ് കാണുന്നത് കൊണ്ടാണ് നമുക്കിങ്ങനെ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത് കേട്ടോ. ചിലപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർക്കൊക്കെ ചിലപ്പോൾ ഒന്നും മനസ്സിലാവില്ല, ഞാൻ എന്താണ് ഈ ചെയ്യുന്നതെന്നോ മനസ്സിലാക്കുന്നതെന്നോ ഒന്നും ഇപ്പം നിങ്ങൾക്ക് പറയില്ല. അത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ മുമ്പും സ്ഥിരം വരുന്നത് കാരണം നമുക്കൊരു സാഹചര്യങ്ങൾ വരുമ്പോൾ നമുക്കത് അറിയാൻ പറ്റും. ഇന്ന കാര്യങ്ങൾ കൊണ്ട് ഇന്ന കാര്യങ്ങളൊക്കെ സംഭവിക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞത് 2 തവണ റിജക്ഷൻ ആയിട്ടുണ്ട്. മൂന്നാമത്തെ തവണ റിജക്ഷൻ ആയിക്കഴിഞ്ഞാൽ വലിയ ക്യാൻഡിലായിരിക്കും താഴത്തോട്ട് വരുന്നത്. അത് 130 വരെ സപ്പോർട്ട് എടുക്കാൻ വരാം. ഒമ്പത് 59 10 മണിയാകുമ്പോൾ എന്തായാലും നമ്മൾ വൈൻഡപ്പ് ചെയ്യും. നമ്മൾ ആ ചാർട്ടിന് കൊടുത്തിരിക്കുന്ന വാക്കാണ്. ഓൾറെഡി 20-25 പോയിൻ്റ് ഉണ്ട്. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ തൽക്കാലം ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. നമ്മൾ വരച്ച 151 പുറത്തേക്ക് മാർക്കറ്റ് പോയിട്ടുമില്ല. കറക്റ്റായിട്ടാണ് നമ്മൾ വരച്ച ലെവലിൽ മാർക്കറ്റ് വന്ന് ഇടിച്ചു നിൽക്കുന്നത്. ഇവിടെയും നമ്മൾ പറഞ്ഞ പോലെ 108 പുറത്തേക്ക് പോയിട്ടില്ല. നല്ല കൺസോൾട്ടേഷനാണ്. 9:59 1 മിനിറ്റ് കൂടെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ചാർട്ട് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഒരു എൻട്രി പോസിബിലിറ്റി ആയിട്ടുള്ള എൻട്രിക്ക് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്നത്. നമുക്ക് ഈ ഒരു ചാർട്ട് ഉള്ളതുകൊണ്ടാണ്. ഇൻ കേസ് ഇപ്പോൾ പ്ലെയിൻ ചാർട്ടോ ട്രേഡിംഗ് വ്യൂ പോലെ ആണെങ്കിലും നമ്മൾ വരച്ച് വെക്കും ബോക്സ്. നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വേറൊരു ഫാക്ടറില്ല. നമ്മൾ തീരുമാനിക്കുന്നിടത്താണ് കാര്യങ്ങൾ എന്നുള്ള ഒരു പ്രശ്നമാണ് നമ്മളെ. കാരണം ഇപ്പോൾ ഇതിൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈ ചാർട്ട് ഞാൻ മാത്രമല്ല, അല്ലെങ്കിൽ ഇതേപോലത്തെയുള്ള ലൈൻസ് വരുന്ന വേറെ പല സംഭവങ്ങളുണ്ട്. അപ്പോൾ അതിൽ മെജോറിറ്റി ആൾക്കാരും അതിന് വേണ്ടിയിട്ടായിരിക്കും വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ കൂട്ടത്തിൽ അവരുടെ കൂട്ടത്തിലൊരു തീരുമാനം എടുത്ത് പോകുമ്പോഴാണ് നമുക്ക് വലിയ ആൾക്കാർ പ്രോഫിറ്റ് എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ചെറിയ പ്രോഫിറ്റുകൾ നമുക്ക് എടുക്കാൻ പറ്റുന്നത്. അല്ലാതെ വരക്കുന്ന വരകൾ നമ്മൾ കൃത്യമായിട്ട് വരച്ച വരകളാണ്. ഇപ്പോൾ ഒരു 10 പേര് ഒരു റൂമിലുണ്ടെങ്കിൽ 10 പേരും വരക്കണത് 10 വരകളായിരിക്കും. പക്ഷേ ഇതിനകത്തുള്ള വരകളെന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ടുള്ള വരകളാണ്. ഇപ്പോൾ ഒരു 1000 പേരോ 5000 പേരോ അല്ലെങ്കിൽ ഇപ്പോൾ 1,00,000 ആൾക്കാർ എടുത്തു കഴിഞ്ഞാലും അവർ കാണുന്നത് ഒരേ ലൈൻസും
കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ചാർട്ട് ഫോക്കസ് ചെയ്യുന്നതിൻ്റെ റീസൺ. ഓൾമോസ്റ്റ് 10:01 ആയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ്ലി കോണ്ടാക്ട് ചെയ്യാം. ഇങ്ങനെ പറയുന്ന വ്യൂ മനസ്സിലാക്കി നിങ്ങൾക്ക് എടുക്കാനുള്ള കോൺഫിഡൻ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ കൂടെ ലൈവിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, ഒരാളോട് എടുക്കാനോ വിൽക്കാനോ പറയുന്ന കൂട്ടത്തിലല്ല. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുമ്പോൾ നിങ്ങളറിയാതെ തന്നെ നിങ്ങൾ ഈ ഒരു ചാർട്ട് റീഡിങ് അല്ലെങ്കിൽ ഈ ഒരു സ്ട്രാറ്റജി എന്താണെന്ന് മനസ്സിലാക്കാനും നിങ്ങൾക്കും കുറച്ച് കഴിയുമ്പോൾ സ്വന്തമായിട്ട് കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നത് തന്നെ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവാനായിട്ട് പറ്റും. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ കുറച്ച് സമയങ്ങൾ കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ 1.5 വർഷമായി ഈ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇന്നലെ വന്നിട്ട് നാളെ ഇത് പഠിക്കുക എന്നുള്ളതല്ല, കണ്ടിന്യൂസ് ആയിട്ട് ഇത് തന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകാനും അതേപോലെ തന്നെ സി എടുത്തു വെച്ചാലും അത് ഓപ്പോസിറ്റ് പിയിൽ പ്രോഫിറ്റ് ആക്കാനും നമുക്കുള്ള കേപ്പബിലിറ്റി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ചാർട്ട് വളരെ യൂസ്ഫുൾ ആണെന്ന് അറിയിക്കുന്നു. എനിവേ, മാർക്കറ്റ് ഇനിയും പോകും കേട്ടോ. ഇവിടെ പോകാതിരിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ നമ്മളുടെ ഡ്യൂട്ടി രാവിലെ കഴിഞ്ഞു. നമ്മൾ നമ്മളുടെ പ്രോഫിറ്റ് ഓൾറെഡി ബുക്ക് ചെയ്താണ്. ആ പ്രോഫിറ്റ് നമ്മൾ എവിടം തൊട്ടായിരുന്നു 150 വരെ ഇവിടം തൊട്ട് കിട്ടിയിട്ടുണ്ട്. അതായത് ഈ ക്രോസ് ഓവർ തൊട്ടിട്ട് ഈ ക്രോസ് ഓവർ വരെയുള്ള പ്രോഫിറ്റാണ് നമ്മൾ പറഞ്ഞത്, 120 to 150. എനിവേ, ഓൾ ദി ബെസ്റ്റ്.